السلام عليكم. كيف الحال؟ ഓക്കെ, വെരി ഗുഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? നമ്മൾ ഈദിന് വേണ്ടി ബിത്വാക്കത്തുൽ മുആയദയുണ്ടാക്കി, നല്ല ഒരു ഈദിൻ്റെ പാട്ട് പാടി, പിന്നെ എല്ലാവരും രാവിലെ എഴുന്നേറ്റ് ഈദിൻ്റെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടു അല്ലേ? ഇനി നമുക്ക് ഈദിന് എവിടെയെങ്കിലും പോവണ്ടേ? ഡ്രസ്സിട്ട് വീട്ടിലിരുന്നാൽ മതിയോ? ഇല്ല, നമ്മുടെ ഹാഷിറും കുടുംബവും എവിടേക്കാണ് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 13 എടുക്കാം. ഇതിലെ ചിത്രത്തിൽ ആരൊക്കെയാണ് നിങ്ങൾ കാണുന്നത്? വെരി ഗുഡ്. ഒന്ന് ഹാഷിർ തന്നെ അല്ലേ, ചോദിക്കാനില്ല. മറ്റേതാരാ? ഹാഷിറിൻ്റെ ആരാണത്? ആരാ? വെരി ഗുഡ്, ജദ്. ഹാഷിറിൻ്റെ ജദ്ദാണ്. ഹാഷിറിൻ്റെ മുഖം നോക്കിയേ. ലിമ യഫ്രഹുൽ വലതു, ലിമ യഫ്രഹു ഹാഷിർ. ഹാഷിറിന് എന്തുകൊണ്ടായിരിക്കും ഇത്ര സന്തോഷം? എന്തായിരിക്കും? അല്ലേ, എവിടെയോ ഹാഷിർ പോകുന്നുണ്ട്. അതുമാത്രമല്ല, ഈദിൻ്റെ ദിവസമാണ്. അപ്പം എന്തായാലും സന്തോഷമായിരിക്കും അല്ലേ? ഇല ഐന വസലൽ വലതു, എവിടെയാണ് ഹാഷിർ എത്തിയത്? എവിടെയാണ് നമുക്കറിയണ്ടേ? നോക്കാം അല്ലേ. കാന ദാലിക്കൽ യൗമുൽ ഈദ്, ഇത് ഈദ് ദിവസമാണ്. ലബിസ ഹാഷിർ അൽ മലാബിസ് അൽ ജദീദ്, ഹാഷിർ പുതിയ ഡ്രസ്സ് ഇട്ടു. വൽഹിദ, ചെരുപ്പ് ഇട്ടു. അൽ ജമീൽ, നല്ല ഭംഗിയുള്ള ചെരുപ്പും ഹാഷിർ ഇട്ടു. സുമ്മ ദഹബ ഇലൽ മുസല്ല, മുസല്ല എന്താണ് അറിയാം അല്ലേ? നിസ്കരിക്കാൻ വേണ്ടി പോയി. വബഅദ സ്വലാത്തിൽ ഈദ്, ഈദ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം സാറ ഹാഷിർ മാ ഉസ്രത്തിൽ ബൈത്ത്, അവൻ്റെ കുടുംബക്കാരെയൊക്കെ സന്ദർശിച്ചു. അപ്പോൾ ആദ്യം ആരുടെ വീട്ടിലാണ് പോയതെന്ന് നമുക്ക് നോക്കാം. നമ്മൾക്ക് പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലായി അല്ലേ? ഹാഷിർ എവിടെയാണ് പോയത്? ജദ്ദിൻ്റെ വീട്ടിലേക്കാണ്. ഓക്കെ, നമുക്ക് രണ്ടാളെ സംഭാഷണം ഒന്ന് കേൾക്കാം. അസ്സലാമു അലൈക്കും യാ ജദ്ദി, ഈദുക്കും മുബാറക്. വഅലൈക്കുമുസ്സലാം, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. കൈഫൽ ഈദ് മാക്കും? ഈദുൻ സഈദ്, അൽഹംദുലില്ലാഹ്. അയ്നൽ ജദ്ദത്ത്? യാ ബുനയ്യ അന മൗജൂദ, അൻത വഹദക്? ലാ, ബാബ വ മാമ ഫിത്രി. അയ്ന ഫാത്തിമ? ഹിയ തൽഅബു ഫി ബൈത്തി ജാരിന. മതാ യഅതി അൽ ഖാലു മിൻ ദുബൈ? ബഅദ സഅത്തിൻ യൻസിലു ഫിൽ മത്വാർ. മക്കളെ, ഹിവാർ കേട്ടോ? നല്ലൊരു ഹിവാറ നമ്മൾ കേട്ടതല്ലേ? സംഭാഷണമാണ് കേട്ടത്. ആരൊക്കെ തമ്മിലായിരുന്നു സംഭാഷണം? ഹാഷിറും ജദ്ദും ജദ്ദത്തും. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ സംസാരിച്ചത്? അത് നിങ്ങൾ പറഞ്ഞു നോക്കിയേ. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും? അതെ അല്ലേ, ആദ്യം അവർ സലാം പറഞ്ഞു, പിന്നെ ഈദിൻ്റെ ആശംസകൾ കൈമാറി, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ഓരോ വരിയായിട്ട് വായിച്ച് നോക്കാം. അസ്സലാമു അലൈക്കും യാ ജദ്ദി, ഈദുക്കും മുബാറക്. അതൊന്നും മീനിങ് പറയണ്ടല്ലോ അല്ലേ? ജദ്ദേ അസ്സലാമു അലൈക്കും, ഈദുക്കും മുബാറക്. ഈദ് മുബാറക് നമ്മൾ സാധാരണ ആശംസ കൈമാറുന്നതാണ്. അപ്പോൾ ജദ്ദ് എന്ത് പറഞ്ഞു? വഅലൈക്കുമുസ്സലാം, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. സലാം മടക്കി ആശംസ തിരിച്ചും പറഞ്ഞു. പിന്നെ ഹാഷിർ എന്താ പറയുന്നത്? കൈഫൽ ഈദ് മാക്കും? ഈദ് എങ്ങനെയുണ്ടായിരുന്നു? ജദ് ഈദുൻ സഈദ്, അൽഹംദുലില്ലാഹ്. അല്ല,
ഈദായിരുന്നു അല്ലേ? ഈദ് ഹാപ്പി ആയിരുന്നു, അൽഹംദുലില്ലാ. ഇനി അടുത്തത് ഹാഷിർ വേറൊരാളെ കുറിച്ച് ചോദിക്കുകയാണ്. എന്താണ്? ഐനൽ ജദ്ദത്ത്? ഐനൽ ജദ്ദ? അറിയാലേ, ടീച്ചർ പറയണോ? ഐനൽ ജദ്ദത്ത്, ജദ്ദത്ത് എവിടെ? ജദ്ദത്തിനെ കാണാത്തത് കൊണ്ട് ജദ്ദിനോട് ജദ്ദത്തിനെ കുറിച്ച് ഹാഷിർ ചോദിക്കുകയാണ്. ഹാഷിറിൻ്റെ ചോദ്യം ജദ്ദത്ത് കേൾക്കുന്നുണ്ട്. അപ്പോൾ അടുത്തത് മറുപടി പറയുന്നത് ആരാണ്? ജദ്ദത്ത് തന്നെയാണ്. യാ ബുനയ്യ അന മൗജൂദ അൻത വഹ്ദക്? മോനെ, യാബുനയ്യ എന്ന് പറഞ്ഞാൽ മോനെ, അന മൗജൂദ, അതാ ഞാനിവിടെ ഉണ്ട്. അന്ത വഹ്ദക്, നീ ഒറ്റക്കാണോ വന്നത്? അപ്പോൾ ഹാഷിർ എന്ത് പറഞ്ഞു? ലാ ബാബാ വ മാമാ ഫി തരീഖ്. ഐന ഫാത്തിമ? ലാ, അല്ല, ഞാൻ ഒറ്റക്കല്ല വന്നത്. ബാബാ വ മാമാ ഫിത്തരീഖ്, അബും ഉമ്മും ഫിത്തരീഖ് വഴിയിലുണ്ട്. അപ്പോൾ ഹാഷിർ മുമ്പിൽ ഓടി വന്നതാണ്. ഉമ്മയും ഉപ്പയും പിറകിലൂടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ബാബാ വ മാമാ ഫിത്തരീഖ്. ഉപ്പയും ഉമ്മയും പിറകിലുണ്ട്, വഴിയിലുണ്ട്. അതേ ആൻസർ പറഞ്ഞതോടുകൂടി ഹാഷിർ ചോദിക്കുകയാണ്, അയിന ഫാത്തിമ, ഫാത്തിമ എവിടെ? ജദ്ദിൻ്റെ വീട്ടിലുള്ള ചെറിയ കുട്ടിയാണ് ഫാത്തിമ. ഫാത്തിമയെക്കുറിച്ചാണ് നമ്മുടെ ഹാഷിർ ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് ജദ്ദ് മറുപടി പറഞ്ഞത്? ഹിയ തൽഅബു ഫി ബൈത്തി ജാറിന. ഹിയ തൽഅബു, അവൾ കളിക്കുക. ഫി ബൈത്തി ജാറിന, ജാർ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? അയൽവാസി. നമ്മുടെ അയൽവാസിയുടെ വീട്ടിൽ നിന്ന് അവൾ കളിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഹാഷിർ അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. മത്താ യഅതി അൽ ഖാലു മിൻ ദുബൈ? ഹാഷിർ ചോദിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഖാലറിയാം അല്ലേ? ദുബായ് അറിയാം. ദുബായ് എന്ന് കേട്ടിട്ടില്ലേ? ദുബായ്, അബുദാബി, അതന്നെ ആ ദുബായ്. അപ്പോൾ ഹാഷിറിൻ്റെ ഖാല് അന്നാണ് ദുബായിൽ നിന്ന് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഹാഷിർ ചോദിക്കുന്നത്. മത്താ, മത്താ എപ്പോഴാണ്? യഅതി അൽ ഖാലു മിൻ ദുബായ്, ഖാൽ എപ്പോഴാണ് ദുബായിൽ നിന്ന് വരുന്നത്? അപ്പം ജദ്ദ് പറഞ്ഞു, بعد ساعة ينزل في المطار. ബാദ സാ, കുറച്ച് കഴിഞ്ഞാൽ, എൻസിലു ഫിൽ മത്താർ, എയർപോർട്ടിൽ ഇറങ്ങും. മത്വാർ എന്ന് പറഞ്ഞാൽ എയർപോർട്ട്. 1 മണിക്കൂർ കഴിഞ്ഞാൽ എയർപോർട്ടിൽ ഇറങ്ങും. ഇത് കേൾക്കുമ്പോൾ ഹാഷിറിന് നല്ല സന്തോഷമാവും അല്ലേ? സന്തോഷമാവില്ലേ? ഖാലൊക്കെ ഗൾഫിൽ നിന്ന് വരികയാണല്ലേ? നമ്മളെ വീട്ടിൽ ആരെങ്കിലും ഗൾഫിൽ നിന്ന് വരുമ്പോൾ നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവല്ലേ? അതുപോലെ തന്നെ ഹാഷിറും നല്ല ഹാപ്പിയാണ്. പ്രത്യേകിച്ച് ഈദിൻ്റെ ദിവസമാണ് അല്ലേ? അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ഹാഷിറിൻ്റെ ഖാലിനെ കൂട്ടാൻ വേണ്ടി എയർപോർട്ടിലൊക്കെ പോവാം. മക്കളെ, നമ്മളെ സംഭാഷണത്തിൻ്റെ ഹെഡിങ് എന്തായിരുന്നു? യൗമുൽ ഈദ്, ഈദ് ദിവസം അല്ലേ? അപ്പോൾ ഈദ് ദിവസം ഹാഷിർ ജദ്ദിൻ്റെ വീട്ടിൽ പോയതും അവിടെ നിന്ന് സംസാരിച്ചതൊക്കെ നമ്മൾ മനസ്സിലാക്കി. മക്കളെല്ലാവരും എന്ത് ചെയ്യണം? ഈ സംഭാഷണം നല്ല വൃത്തിയിൽ നോട്ട്ബുക്കിൽ എഴുതുക. എഴുതൂലേ? എഴുതും അല്ലേ? ഓക്കേ, ഇന്നത്തെ ക്ലാസ് നിർത്തിയാണ്. അസ്സലാമു അലൈക്കും.